ഹായ് ഹലോ, നമുക്കിന്ന് ക്രിസ്പി ഉഴുന്നുവട ഉണ്ടാക്കുന്നത് കണ്ടാലോ. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് തറവാട്ട് വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പം അവിടെ ഒരു 1/2 കിലോ ഉഴുന്ന് ഒരു 2 മണിക്കൂറായിട്ട് അവർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1 മണിക്കൂർ സ്ട്രെയിനറിൽ വെള്ളം വിടാനായിട്ട് വെച്ചിരുന്നു. അതിനുശേഷം ഗ്രൈൻഡറിൻ്റെ ജാറ് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് ഉഴുന്ന് കുതിർത്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഏകദേശം ഗ്രൈൻഡ് ആവാൻ പാകത്തിനുള്ളത് മാത്രം അതിലിട്ട് കൊടുക്കുകയാണ്. അപ്പം എന്നിട്ട് പിന്നീട് അടുത്തൊരു സെറ്റായിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ കുറേശ്ശെ സ്പൂൺ കൊണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഒരു ഉഴുന്നിൻ്റെ ഡോ ആണ് നമുക്ക് വേണ്ടത്. ഉഴുന്ന് അരഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇന്നിപ്പോൾ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അർച്ചന എൻ്റെ കൂടെ ഉണ്ട്. അതുകൂടാതെ ഏട്ടൻ്റെ വൈഫ് ചട്നിയുടെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്. അർച്ചന ഇഞ്ചിയും പച്ചമുളകൊക്കെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടൈം ആവുന്ന സമയത്ത് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളി ചെറുതാക്കി ഈ ഒരു സൈസിലാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. കൂടാതെ കുറച്ച് കുരുമുളകും ഞാനിവിടെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ അരവിൻ്റെ പാകം നോക്കാം. ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമ്മൾ കോരുന്ന സമയത്ത്, തിരിച്ചു പിടിക്കുന്ന സമയത്ത് അത് കൊഴിഞ്ഞു പോകാൻ പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മളിത് എടുക്കാൻ സമയത്ത് കുറച്ച് കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്ത പാട് ഓഫാക്കി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ തിക്നെസ് കൂടുതലായിട്ട് തോന്നും, പക്ഷേ നമ്മൾ സോൾട്ട് ഇട്ടിട്ട് അടിക്കുന്ന സമയത്ത് അത് തന്നെ ലൂസായി വന്നോളും. ഇനി നമ്മൾ ആ ബാറ്ററിന് ആവശ്യമുള്ള പൊടിയുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഞാൻ കരിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. നമുക്ക് ആദ്യം തിക്നെസ് തോന്നിയെങ്കിലും പിന്നീട് കറക്റ്റ് ഒരു ഇതായിട്ട് വരും. അതുകൂടാതെ ബാക്കി വരുന്ന സവാളയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഇതിൻ്റെ നമുക്ക് അപ്പക്കാരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലോണം ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഉഴുന്നുവട നല്ല പഫി ആയിട്ട് വരും. ഇനി കൈ നന്നായിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉഴുന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ സെൻട്രലായിട്ട് വിരൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പായിട്ടൊന്നും വരില്ല. അങ്ങനെ ഒരുപാട് തവണ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്യുമ്പോൾ ആദ്യം ആ ഷേപ്പ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും വിഷമിക്കേണ്ട. ഞാൻ ഒരുപാട് തവണ അങ്ങനെ റെഡി ആവാഞ്ഞിട്ടും പിന്നീട് ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഹോള് കിട്ടിയത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് പിന്നീട് ചെയ്യാനായിട്ട് പറ്റും. എത്ര ഉഴുന്നുവട ഉണ്ടായിരുന്നു എന്നുള്ള എണ്ണമൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഞാൻ അവിടെ ചുട്ട് കഴിയുന്ന സമയം കൊണ്ട് അവിടെ എല്ലാവരും സാപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ക്രിസ്പി ആയിരുന്നു പുറത്ത്, ഉള്ളിലും അതുപോലെ നല്ല സോഫ്റ്റും ആയിരുന്നു. നിങ്ങൾക്ക് ഈ ഉഴുന്നുവട റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.